ചേട്ടത്തി ചേട്ടത്തി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും ജയിച്ചു. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. നീ എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ, പിണറായിന്റെ കാലിന് അക്കരെ നീന്തിക്കണമെന്ന്, പിണറായിന്റെ വട്ടം നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. എന്നെ തടയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയല്ല ഇറങ്ങിയത്, ഞാൻ വല്ലവരും കക്കാൻ ഇറങ്ങിയതാണോ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളൂ. SFI നട്ടു വളർത്തിയതാണ് പിണറായിക്ക് കുഴപ്പം മുഴുവൻ വന്നത്. അല്ല, അവര് നന്നാവാന്നാണല്ലോ പറയുന്നത്. അവര് നന്നാവണമെങ്കിൽ പശുക്കൾ കുറെ വേണം നെയ്യെടുക്കാൻ, എല്ലാവരും നന്നാവില്ല. അത് തട്ട് നിന്ന് പഠിച്ചു പോയിട്ട് നന്നാവണമെങ്കിൽ ജീവിതത്തിൽ അവർ നന്നാവോ? പക്ഷെ ഇവർക്കൊരു അവസരം, നന്നാവുള്ള ഒരു അവസരം കൊടുക്കാൻ അവരവസരം നന്നാണ്. അവരൊരു കാര്യം പറഞ്ഞ ചൈനയ്ക്ക് പോയാൽ മതി, ചൈനയ്ക്ക് പോയാൽ മതി. ചൈനയിലാണ് അവരുടെ മുഖ്യമായ ഓഫീസ്. ഈ കേരളത്തിൽ പറ്റിയല്ല. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. അവര് തോപ്പിച്ച് ചേട്ടത്തിയും കൂടിയാണെന്നാണല്ലോ പറയുന്നത്. ചേട്ടത്തി എനിക്ക് നല്ല പങ്കണ്ടെന്നേ. കമ്പിപ്പാരെ നോക്കിയത് കിട്ടിയത് കിണ്ടിയായത് നിന്റെ ഭാഗ്യം. ഇവരെ ഇല്ലായ്മയാക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ 6 മാസം ഉണ്ട്. ഇനി 6 മാസം ഉണ്ട്. എനിക്ക് തരാം. ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരും എന്തോരം പോലീസുകാരും അല്ലേ തന്നില്ലേ? അവൻ ഇന്നിന്റെ തുടങ്ങി കൊണ്ടല്ല, പണ്ട് മന്ത്രിയല്ല ഞാൻ പരിമാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ചെയ്തില്ല. നീ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. ഞാൻ എന്നായാലും മരിക്കണ്ടേ? എനിക്ക് ഇത്രയും പ്രായമൊക്കെ വനോർത്ത് വെച്ച് കാണാമെന്ന് ചോദിച്ചു. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. എന്തായാലും ഒരു വിട്ടുവീഴ്ചക്കല്ല ഇനി. വിട്ടുവീഴ്ച വേണ്ട, അവൻ ഒഴിവായി തന്നാൽ മതി. ഭരണത്തിൽ നിന്ന് ഒഴിവാവണം. ഭരണത്തിൽ നിന്ന് ഒഴിവാണ്. എനിക്ക് ഈ കേരളം വിട്ടാവും പോണം. പോയാ പോരാ, ആ വാർപ്പിന്റെ ഒക്കെ തെളിവ് കേട്ടേണ്ട വരും. എടുത്തതിന്റെ വാർപ്പുണ്ടല്ലോ, അവിടെ ഒളിവിൽ ആ ഈത്തപ്പഴമൊക്കെ വെച്ചങ്ങനെ എവിടെയാന്നൊക്കെ പറയിപ്പിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള. ഇതുപോലെ തന്നെ പോണം, ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കോൾമേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നീ മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നികൃഷ്ടജീവി, പരനാറി, വിവരദോഷി. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി.